ദോശയും സാമ്പാറും ആ കോമ്പിനേഷനെ വെല്ലാൻ മറ്റൊന്നുണ്ടോ? ചൂടോടെ കഴിക്കുന്ന മൊരിഞ്ഞ ദോശയ്ക്ക് കൂട്ടാൻ ഒരു കിടിലൻ ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ പരിപ്പിന് പകരം രുചി കൂട്ടാൻ കടലപ്പരിപ്പ് ചേർത്ത സ്പെഷ്യൽ ഉള്ളി സാമ്പാറാണ്. ബാച്ചിലേഴ്സിന് അതുപോലെ പാചകം ആദ്യമായി ചെയ്യുന്നവർക്കും വളരെ ഉപകാരപ്രദമായ റെസിപ്പിയാണിത്. പോകാം വീഡിയോയിലേക്ക്. ഈ സാമ്പാറിന് ആവശ്യമായ സാധനങ്ങൾ: ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, കടലപ്പരിപ്പ്, താളിക്കാൻ വേണ്ടി വറ്റൽമുളക്, ഉലുവ, കടുക്, എണ്ണ, ഉപ്പ്, 2 കഷ്ണം ശർക്കര, പിന്നെ സാമ്പാർ പൊടിയും ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ കയറി കാണണേ. ആദ്യം തന്നെ ഇതൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാച്ചിലേഴ്സിനാണെങ്കിലും ആദ്യമായി പാചകം ചെയ്യുന്നവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഒരു 5 മിനിറ്റ് കുതിർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അത് കുക്കറിലിട്ടിട്ട് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2 തക്കാളിയും 3 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നേരത്തെ പറയാൻ വിട്ടുപോയിട്ടോ. വെളുത്തുള്ളി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ വെളുത്തുള്ളിയുടെ അളവ് അനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. നിങ്ങൾ എടുക്കുന്ന സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം കേട്ടോ ഇതിൽ മാറ്റം വരുത്താൻ. ഞാൻ 3 അല്ലി വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. എണ്ണ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ വിസിൽ വരുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു 5 വിസിലിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്യാണ്. 5 വിസിൽ വന്നിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പാണെങ്കിൽ ഒരു 3 വിസിലൊക്കെ മതി. ഞാൻ 5 വിസിലെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ അത് നല്ല പേസ്റ്റ് പോലെയാവും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ല സ്മൂത്തായിട്ടുണ്ട് വെന്തിട്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വർക്കിനൊക്കെ പോകുന്നവർക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ തിരക്കായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ പെട്ടെന്ന് ഈസി ആയിരിക്കും കേട്ടോ ചെയ്യാനായിട്ട്. കാരണം നമ്മൾ വേറെ പാത്രങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ കുക്കർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ താളിക്കൽ വേണ്ടി ഒരു ചെറിയ പാത്രം കൂടി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസിയാണ്, പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടാവില്ല. അതുപോലെ തന്നെ വളരെ കുറച്ച് ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്, കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ് ചെറിയുള്ളി. നമ്മുടെ സാമ്പാറിന് എത്ര വേണം അതനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ ഞാൻ ഒരു കൈപ്പിടി ചെറിയുള്ളി എടുത്തിരിക്കുന്നത്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഇത് എരിവ് കുറവുള്ള പച്ചമുളക് കേട്ടോ, അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ് ഹോം മെയ്ഡ് സാമ്പാർ പൗഡർ. അപ്പോൾ ഇത് അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം എരിവുള്ളത് കൊണ്ടാണ് ഞാൻ എരിവ് കുറഞ്ഞ മുളക് 2 എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്തുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാമ്പാർ പൗഡർ ഇങ്ങനെ ഡയറക്റ്റ് ഇടുന്നതിനും പകരം നിങ്ങൾക്കൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് പേസ്റ്റ് പോലെ ഇടുകയാണെങ്കിൽ നല്ല ഒന്നും കൂടി എല്ലാ ഭാഗത്തും എത്തും കേട്ടോ. ചിലത് ഇങ്ങനെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നം വരില്ല. ചില പാക്കറ്റ് പൗഡറുകളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ കറിക്ക് വേണ്ട വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും എത്രയാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമല്ലോ. ആ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് കുറച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കലക്കിയെടുക്കുക. ഇനി നമുക്ക് ഇവരെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് മുന്നേ നമ്മുടെ സാമ്പാറിൽ ഉപ്പും തക്കാളിയുടെ ചെറിയ പുളിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 കഷ്ണം ചെറിയ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സീക്രട്ടാണ്. ഈ 2 കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ആവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും സാമ്പാറിന്. അപ്പോൾ നമ്മൾ തമിഴ്നാട് സ്റ്റൈലിൽ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമുക്കതിന് കിട്ടും കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒന്ന് വേവിക്കാനായിട്ട് ഞാൻ ഒരൊറ്റ വിസിലേ എടുക്കുന്നുള്ളൂ. ഒരു വിസിൽ കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അത്യാവശ്യം സാമ്പാർ നല്ല കുഴപ്പമൊന്നുമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നാളികേരം ഒന്നും അരച്ച് ചേർക്കുന്നില്ല. ഒരു
ഫാമിലിക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കൊഴുപ്പൊട്ടുമില്ലാതെ നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെയുള്ള വെള്ളം പോലെയുള്ള സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി എന്താ, താളിച്ചെടുക്കണം. താളിച്ചെടുക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചീനിച്ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് വറ്റൽമുളകും കടുകും ഉലുവയും കറിവേപ്പിലയും കൂടെ ചേർത്ത് താളിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് കടുകും ഉലുവയുമാണ്. അത് നന്നായി പൊട്ടിയതിന് ശേഷം ഉലുവയൊക്കെ വളരെ കുറച്ചെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കയ്പ്പ് വരും കേട്ടോ. കുറച്ച് ഉലുവ എടുത്താൽ മതി. നന്നായി പൊട്ടിയതിന് ശേഷം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്നിങ്ങനെ ചൂടായതും 2 വറ്റൽമുളക് മുറിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതും നമുക്കിത് സാമ്പാറിലേക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ അടിപൊളി സാമ്പാർ നമുക്ക് തയ്യാറായിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുപോലെയുള്ള സാമ്പാറോ അല്ലെങ്കിൽ തിരക്കുള്ള സമയത്ത് ഉണ്ടാക്കാവുന്ന ഡിഷൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾക്കും ഹോം ടിപ്സുകൾക്കും ട്രാവൽ വ്ളോഗുകൾക്കൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.